ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ട് അടിപൊളിയൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. അതിന് 2 അറ്റങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉപ്പേരിക്കും തോരനൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ സ്ലൈസ് ആക്കിയിട്ട് അധികം കട്ടിയില്ലാതെ തന്നെ ഇതേപോലെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ. കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ. ഇനി വെണ്ടയ്ക്ക നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം ചമ്മന്തി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അതൊന്ന് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ടെ. ആ ചൂടായി വന്ന എണ്ണയിൽ കുറച്ച് എണ്ണ കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കല്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ വെണ്ടയ്ക്ക ആ പച്ച വഴുവഴുപ്പൊക്കെ പോയി ഒന്ന് ഫ്രൈ ആയ രീതിയിൽ കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമുക്ക് നല്ല ഫ്രൈ രീതിയിൽ തന്നെ ഇത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കുന്നതിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഫ്ലെയിം ഒന്ന് ഹൈയിലിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് നിൽക്കണം. ഒന്ന് ഹൈയിലിട്ട് അതൊന്ന് ആയി വരുന്ന രൂപത്തിലാകുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് പിന്നെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടിട്ടാണ്ട് കരിയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെണ്ടയ്ക്ക ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനിയിട്ട് ഒരുപാട് കരിയിക്കേണ്ട. നമ്മൾ വെണ്ടയ്ക്ക തന്നെ എടുത്ത് മാറ്റി. എനിക്ക് ആ സെയിം എണ്ണയിൽ തന്നെ ഒരു 5 വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 8 ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തത്. എരിവുള്ളതാണെങ്കിൽ നോക്കിയിട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കരിക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കട്ടെ. നമുക്ക് ആ വെളുത്തുള്ളി ഒന്ന് വറുത്ത് പോലെ ആവണം. അതുപോലെ തന്നെ ഉണക്കമുളക് നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടണം കേട്ടോ. വെണ്ടയ്ക്ക കൊണ്ട് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ എത്ര ചോറ് കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ. വേറെ കറികളൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉച്ചക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് മാത്രം ഉണ്ടെങ്കിൽ അവർ ഇഷ്ടം പോലെ ചോറ് കഴിച്ചോളൂ. അപ്പോൾ ഇതും ലഞ്ച് ബോക്സിന് പറ്റിയത് ഒരു അടിപൊളി ചമ്മന്തിയാണ്. ഇനി നമ്മൾ അതിൽ എണ്ണയെടുത്ത് മാറ്റി ഇനി നമുക്കൊരു ബൗളിലേക്ക് ആദ്യം ഉണക്കമുളക് മാത്രം വറുത്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, നമ്മൾ നേരത്തെ വെണ്ടയ്ക്കയിൽ ഉപ്പ് ചേർത്താണ്. പിന്നെ ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് പൊടിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പിടിക്കുന്നതിൻ്റെ പൊടി വരികയാണെങ്കിൽ അത്രയും ഫ്രൈ ആയി കിട്ടിയതല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ പൊടിയായി കിട്ടും. നല്ല പൊടിയായതിനു ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ട് വെളുത്തുള്ളി ഇല്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് അതും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഉണക്കമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി നന്നായിട്ട് നമുക്കിവിടെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റൊന്നും ആക്കണം കേട്ടോ. അതൊന്ന് കൈ വെച്ച് ഇങ്ങനെ പൊടിച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അത് കനം കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞു കൊടുത്തതാണ്. അധികം കട്ടില്ലാതെ തന്നെ അരിഞ്ഞു കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇനി അതിട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത പോലെ തന്നെ ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഉള്ളി നമുക്കൊന്ന് സോഫ്റ്റായി കിട്ടുന്ന വരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വെണ്ടയ്ക്കല്ലേ അതിട്ട് കൊടുക്കുക. ഇതുപോലെ ഫ്രൈ ആയി കിട്ടണം കേട്ടോ. വെണ്ടയ്ക്ക ഒരുപാട് കരിക്ക് എടുത്തിട്ടിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റാണ്ട് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. സ്പൂണിട്ട് മിക്സ് ആയൊന്നും അത്ര കണ്ട് ആവില്ല. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചതിൽ ഓയിൽ ഉണ്ടാവില്ല, അതെടുത്തേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ആക്കാൻ നോക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞിയുടെ കൂടെ സൂപ്പറാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് സൈഡായിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇത്. ഈ വെണ്ടയ്ക്ക ചമ്മന്തി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.